രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു. ഇവിടെ മാധ്യമപ്രവർത്തകരുമുണ്ട്. രാഹുൽ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ടോ ഇന്ന്? സംസാരിക്കാമല്ലോ. എന്തെങ്കിലും തരത്തിൽ മറുപടി പറയുന്നുണ്ടോ? രാഹുലിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിയമസഭ മുന്നിൽ വെച്ച് കാണാന്ന് പറഞ്ഞു. ഈ പ്രതിഷേധത്തെ പോലീസ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്ന് തോന്നുന്നു. ഞാൻ കാണാന്ന് പറഞ്ഞിടത്ത് വെച്ച് കാണാം. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും രാഹുൽ മറുപടി പറയുന്നു. കാണാമെന്ന് പറഞ്ഞിടത്ത് വെച്ച് കാണാം. കൃത്യമായ മറുപടി ഉണ്ടാവും രാഹുലിന്റെ ഭാഗത്തുനിന്ന്. അജി, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് MLA-ക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒളിവിൽ പോയതാണോ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട്? ഞാൻ അവിടെ കാണാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും അധികം മാറ്റിയിട്ടില്ല. അവിടെ വെച്ച് തന്നെ കാണാം. ഇപ്പൊ അവിടെ വെച്ച് കാണും. ഇത്തരം പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? അവിടെ വെച്ച് കാണാം. രാഹുൽ ഇപ്പൊ മാധ്യമങ്ങളെ കാണും അവിടെ വെച്ചിട്ട്. അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഈ പോലീസ് വേണ്ട വിധത്തിൽ ഒരു സുരക്ഷ തരുന്നില്ല എന്നൊരു തോന്നല് രാഹുലിനുണ്ടോ? രാഹുൽ ഇന്ന് സഭയിലെത്തിയതിന് പ്രതിപക്ഷ നേതാവിന് ഒരു കടുത്ത എതിർപ്പാണുള്ളത്. അതിനെന്താണ് പറയാനുള്ളത്? രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ? രാഹുൽ നാളെ സഭയിലുണ്ടാവും. രാഹുൽ തുടർന്നും എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കുമോ? സഭാ നടപടി രാഹുൽ രാഹുൽ ഈ തുടർന്ന് സഭാ നടപടികളിൽ രാഹുൽ ഉണ്ടാകും. ഞാൻ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ മറുപടി. എന്തായാലും രാഹുൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് പോവുകയാണ്. മാധ്യമ പ്രവർത്തകരെ നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് കണ്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാമെന്നാണ് പറഞ്ഞത്. MLA ക്വാർട്ടേഴ്സിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായത്. അർജുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ആരാണ് പ്രതിഷേധവുമായി എത്തിയത്? എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? അർഷൻ MLA ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടു പിറകെയാണ് SFI പ്രവർത്തകരെത്തി ഇപ്പോൾ MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഈ വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം പുറത്തു നടക്കുമ്പോൾ അകത്ത് കൈകെട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിവാദങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു. അതേസമയത്ത് അല്പസമയത്തിനകം നിയമസഭാ കവാടത്തിന് മുൻപിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉണ്ട്. അത് സമാനതകളില്ലാത്തതാണ്. അക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം അവിടെ SFI പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് അല്പസമയത്തിനകം പ്രതികരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നതുമാണ്. പക്ഷേ SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടില്ല. രാഹുലിനെ പോവാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. അശ്വതി, വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. അതേസമയത്ത് ശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കും. എന്താണ് തനിക്ക് പറയാനുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയത്ത് ഒരു വാഹനം കൂടി, പോലീസ് വാഹനം കൂടി മുൻവശത്ത് നിർത്തി സുരക്ഷയോടുകൂടി അദ്ദേഹത്തെ കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. SFIയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. നിയമസഭ കഴിഞ്ഞ് അതിനുശേഷം MLA ഹോസ്റ്റലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ MLA ഹോസ്റ്റലിനുള്ളിലേക്ക് SFI പ്രവർത്തകർ എത്തിയിരുന്നു. അതിനുശേഷം MLA ഹോസ്റ്റലിലെ പുറകുവശത്തെ പാലത്തിന് താഴെ പോകുന്ന വഴിയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ തുടരുകയാണ്. വാഹനത്തിന് മുന്നിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധവുമായി എത്തുന്നു. അവരെ തള്ളി നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം മുന്നോട്ട് പോകാൻ പരമാവധി പോലീസ് പരിശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു
നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ എത്തിയിട്ടുണ്ട്. വി ഡി സതീശനോടും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ അദ്ദേഹം മറുപടി പറയാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അർജുൻ വീണ്ടും ചേരുന്നുണ്ട്. അർജുൻ, SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇപ്പോൾ രാഹുലിൻ്റെ വാഹനം മുന്നോട്ട് കടത്തിവിടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എവിടെ വെച്ചായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക? ഹർഷൻ, അല്പസമയത്തിനകം തന്നെ നിയമസഭാ കവാടത്തിന് മുൻപിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കും. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലത്തോളമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം, വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും മൗനമായി തുടരുന്ന രാഹുൽ ഇന്നാണ് നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ പോലും കണക്കൂട്ടലുകൾ തെറ്റിച്ച് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുന്നിലേക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് MLA ഹോസ്റ്റലിന് മുൻവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നത്. അതിനുശേഷം SFI പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വാഹനം നിയമസഭാ കവാടത്തിന് മുന്നിലേക്ക് എത്തും. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും. SFI പ്രവർത്തകരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ക്വാർട്ടേഴ്സിന് വെളിയിൽ തടഞ്ഞത്. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ നിയമസഭാ കവാടത്തിലേക്ക് വരികയാണ്. അവിടെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.